കൊച്ചി പുറം കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിലെ കണ്ടെയ്നറുകളിൽ കൊല്ലം തീരത്ത് അടിഞ്ഞ് 15 കണ്ടെയ്നറുകൾ 21 എണ്ണം തീരത്തോട് ചേർന്ന് കടലിൽ ഒഴുകി നടക്കുന്നു. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ ഭാഗത്തും ചവറ ആൽത്തറമൂടും നീണ്ടകരയിലുമാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. കടൽ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിലാണ് ഒരു കണ്ടെയ്നർ കണ്ടെത്തിയത്. രാത്രി വലിയ ശബ്ദം കേട്ട നാട്ടുകാരാണ് ചെറിയഴിക്കൽ CFI ഗ്രൗണ്ടിന് സമീപം കടലിൽ കണ്ടെയ്നർ കണ്ടത്. തുറന്ന നിലയിലായിരുന്നു ഒരു കണ്ടെയ്നർ. ഇത് കാലിയായ നിലയിലായിരുന്നു. ശക്തമായ തിരമാലയുള്ളതിനാൽ കണ്ടെയ്നർ തീരത്തടുപ്പിക്കാനും സാധിക്കുന്നില്ല. വിവരങ്ങളുമായി സുധീഷ് ഉണ്ട്. സുധീഷ്, കൊല്ലം തീരത്ത് അടിഞ്ഞത് 15 കണ്ടെയ്നറുകൾ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ 21 എണ്ണം തീരത്തോട് ചേർന്ന് കടലിൽ ഒഴുകി നടക്കുന്നു. ഇത് തടയാൻ എന്തൊക്കെ നടപടികളാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ചും ശക്തമായ തിരമാലയുള്ളൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ കണ്ടെയ്നർ തീരത്തടുപ്പിക്കാനും വളരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമല്ലോ. തീർച്ചയായും ഗോപിക, കണ്ടെയ്നറുകൾ ഇപ്പോൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കണ്ടെയ്നറുകൾ ദൂരെയൊക്കെ കടലിൽ നിന്നും കരയിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ പല കണ്ടെയ്നറുകളും ഇങ്ങോട്ടേക്ക് അടുക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടെയ്നറുകളുടെ എണ്ണത്തിൽ നമുക്കൊരു കൃത്യമായൊരു കണക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. എങ്കിലും തീരത്തോടടുത്ത കണ്ടെയ്നറുകളുടെ എണ്ണം ഏകദേശം ഒരു 25-ൽ കൂടുതൽ എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റുന്ന, ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെയ്നറുകളുടെ എണ്ണം നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ വീണ്ടും കണ്ടെയ്നറുകൾ വീണ്ടും ഈ ഒരു ഇപ്പോൾ കാലാവസ്ഥയുടെ ഒരു മാറ്റം അനുസരിച്ച് കണ്ടെയ്നറുകൾ വീണ്ടും തീരത്തേക്ക് ഒഴുകി വരുന്നു. അല്പം മുമ്പാണ് ഇവിടെ ഒരു കണ്ടെയ്നർ തീരത്ത് പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇത് ഇവിടെ ഒരു തെങ്ങിൽ കെട്ടിയിട്ട അവസ്ഥയിലാണ്. ഈ കണ്ടെയ്നർ ഒഴുകി പോകുന്ന തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ പ്രദേശത്ത് കൂടുതൽ ആൾക്കാർ എത്തി തുടങ്ങിയിരുന്നു. അത് കണ്ടെയ്നറുകൾ വരുന്ന ഒരു കാഴ്ചയൊക്കെ കുറിച്ച് കാണാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ പോലീസ് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരത്തേക്ക് അടുക്കരുതെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും ഈ ഒരു നിർദ്ദേശമാണ് തരുന്നത്. കാരണം കണ്ടെയ്നറുകൾ അത് പലതും തുറന്ന നിലയിലാണെങ്കിൽ പോലും ചിലത് തുറക്കാത്ത അവസ്ഥയിലുള്ള കണ്ടെയ്നറുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ ഒരു ഗുരുതരാവസ്ഥ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ദുരന്തം സൃഷ്ടിക്കുമെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത്, അത് തുറക്കാത്ത കണ്ടെയ്നറുകളുണ്ട് എന്നുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തു നിന്നും ആൾക്കാരെ മാറ്റുന്നുണ്ട്. പുലർച്ചെ മുതലാണ് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കൂടുതലായി ഇവിടെ കാണപ്പെട്ടു തുടങ്ങിയത്. അത് നമ്മൾ പല ഭാഗങ്ങളിലും ഈ കണ്ടെയ്നറുകൾ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ചില കണ്ടെയ്നറുകളൊക്കെ തന്നെ ഈ പാറയിൽ, കടൽ തീരത്തോട് ചേർന്നുള്ള പാറയിൽ വന്ന് ഇടിച്ച് തകർന്ന നിലയിലും കണ്ടെയ്നറുകളുടെ മൂടി അല്ലെങ്കിൽ അതിൻ്റെ തുറന്ന് അതിനുള്ളിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് അതിനകത്ത് കാണുന്നില്ല. അത് കാലിയായ നിലയിലാണ്. ഈ അവസ്ഥയിൽ ചില കണ്ടെയ്നറുകളാകട്ടെ അത് പൂട്ടി അല്ലെങ്കിൽ അത് തുറന്നിക്കാത്ത അവസ്ഥയിലും ഉള്ള കണ്ടെയ്നറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നറുകളുടെ അടുത്തു നിന്നും ഇപ്പോൾ കൃത്യമായൊരു അകലം പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിയും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ തീരത്തു നിന്നും ആൾക്കാരെ മാറ്റി തുടങ്ങിയിരിക്കുന്നു. ഇത് ഇനിയുള്ള ഒരു നടപടിക്രമം അനുസരിച്ച് ഇതിനി ഒരു തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കോസ്റ്റ് ഗാർഡ് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇതിനകത്തൊരു തീരുമാനം എടുക്കണം. ഈ കണ്ടെയ്നറുകളെ എന്താണ് ചെയ്യേണ്ടത്, കാലിയാകാത്ത കണ്ടെയ്നറുകൾ, കാലിയായ കണ്ടെയ്നറുകൾ, ഇവയെ വേർതിരിച്ച് ഇവയെ എങ്ങനെയാണ് സുരക്ഷിതമായി കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട്. ഇതിനായുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. ഉദ്യോഗസ്ഥലത്തിൽ മീറ്റിങ്ങുകളും ഒക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഈ കണ്ടെയ്നറുകളുടെ സുരക്ഷിതമാക്കി മാറ്റുക, ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക്. സുധീഷ്, തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് അവിടെയുള്ള പ്രദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ? തീർച്ചയായും ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല വസ്തുക്കളും ഈ കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്കും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങളിലും കൈകൊണ്ട് തൊടുകയോ അല്ലെങ്കിൽ അതിനടുത്തേക്ക് പോവുകയോ ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്ക് കൊടുത്തിരിക്കുന്നു. ഇത് കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞു തുടങ്ങിയെന്നുള്ള വാർത്ത കേട്ടപ്പോൾ മുതൽ തന്നെ നാട്ടുകാർ അതിൻ്റെ ഒരു കൗതുകത്തിൽ ഇവിടേക്ക് എത്തിയിരുന്നു. പല ആൾക്കാർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നു, അതിനടുത്തേക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. പക്ഷേ
മുൻപ് പാലിക്കപ്പെടേണ്ടിയിരുന്ന അല്ലെങ്കിൽ മുമ്പ് ഇവർ ഉദ്യോഗസ്ഥർ അടക്കം നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായി മാറ്റി അല്ലെങ്കിൽ അവരെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് എത്തുന്നത്. പക്ഷേ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഈ തുറക്കാത്ത കണ്ടെയ്നറുകൾ അത് ചിലപ്പോൾ ഈ തീരത്തെ പാറക്കെട്ടുകളിൽ ഇടിച്ച് അത് തകരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനുള്ളിൽ എന്തെങ്കിലും സ്ഫോടന സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് അപകടം ഉണ്ടാക്കും എന്നൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്കയിലാണ് ഇപ്പോൾ ഇവിടെ നിന്നും ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴും തീരത്ത് പലയിടങ്ങളിലായി കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. ചില കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിച്ചു കയറി പാറക്കെട്ടിന് മുകളിലേക്ക് ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. പലതും ഒഴുകി നടക്കുന്ന അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത് ഈ കണ്ടെയ്നറുകളെ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളെ എങ്ങനെ സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് മാറ്റാം എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനമുണ്ടാകേണ്ടത്. അക്കാര്യത്തിലൊക്കെയാണ് ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ഇതിനകത്തേക്കുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുള്ളത്. ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ എന്തായാലും ഇവിടേക്ക് സുരക്ഷിതമായി, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. പേടിക്കാനുള്ള സാഹചര്യമില്ല എങ്കിൽ പോലും ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. ഗോപിക.